ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു വിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മുംബൈ നഗരത്തിന്റെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ കാലം നിശ്ചലമായി നിൽക്കുന്ന ഒരു ഇടമുണ്ട്. മുംബൈ സെൻട്രലിൽ അടുത്തുള്ള മറാത്ത മന്ദിർ എന്ന ഐക്കോണിക് തിയേറ്റർ. 1995 ഒക്ടോബർ 20 അവിടെ ഒരു സിനിമ റിലീസ് ചെയ്തു. ദിൽവാലെ ദുൽഹനിയാലെ ജായംഗോ. അന്ന് തുടങ്ങിയ ആ പ്രയാണം 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അവിടെ അവസാനിച്ചിട്ടില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കാലം തുടർച്ചയായി ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കപ്പെട്ട മറ്റൊരു സിനിമ ഉണ്ടാവില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ച ഈ അപൂർവ നേട്ടം ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ്. ഷാറൂഖ് ഖാൻ എന്ന നടനെ ആഗോളതലത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റുന്നതിലും രാജ് സിമ്രാൻ എന്ന പ്രണയ ജോഡികളെ ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിലും ആദിത്യ ചോപ്രയുടെ ഈ പ്രണയകാവ്യം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മറാത്ത മന്ദിറിലെ ഈ പ്രദർശനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദിവസവും രാവിലെ 11:30 നടക്കുന്ന ഈ ഷോയ്ക്ക് ഇന്നും ടിക്കറ്റ് നിരക്ക് വെറും 30 രൂപയും 50 രൂപയുമാണ്. സാധാരണ സിനിമകൾക്ക് ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുമ്പോഴും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഈ സിനിമ ഇന്നും ലഭ്യമാക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മുംബൈയിലെ ടാക്സി ഡ്രൈവർമാരും കൂലിപ്പണിക്കാരും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും തങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ അല്പനേരം സമാധാനമായി ഇരിക്കാനും ആസ്വദിക്കാനും എന്നും തിരഞ്ഞെടുക്കുന്നത് ഈ തിയേറ്ററിലെ EDLG ഷോയാണ്. തിയേറ്ററിനുള്ളിൽ കാഴ്ചകൾ അതിലും മനോഹരമാണ്. സിനിമയിലെ ഓരോ പാട്ടുകൾക്കും ഡയലോഗുകൾക്കും ഇന്നും കാണികൾ കൈകൊട്ടിയും വിസിൽ വിളിക്കുകയും ചെയ്യുന്നു. രാജ് സിമ്രാൻ ജാ എന്ന അമരീഷ് പുരിയുടെ ഈ ഐക്കോണിക് ഡയലോഗ് കേൾക്കുമ്പോൾ ഇന്നും തിയേറ്റർ പൂരപ്പറമ്പായി മാറുന്നു. പലരും 100-ലധികം തവണ ഈ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടവരാണ്. അവർക്ക് ഇതൊരു വെറും സിനിമ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഡിജിറ്റൽ യുഗത്തിലും OTT പ്ലാറ്റ്ഫോമുകളിലും സിനിമ വിരൽ തുമ്പിൽ ലഭ്യമായിട്ടും മറാത്ത മന്ദിറിലെ ഈ ഇരുട്ടിലിരുന്ന് ഈ പ്രണയകഥ കാണാൻ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ മാസ്മരികത തന്നെയാണ്. ഇതിനിടയിൽ പലതവണ ഈ സിനിമ മാറ്റാൻ അധികൃതർ ആലോചിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രതിഷേധം കാരണം ആ തീരുമാനം മാറ്റുകയായിരുന്നു. പുതിയ കാലത്തെ സിനിമകൾ പോലും ഒരാഴ്ച തിയേറ്ററിൽ തികച്ചു ഓടാൻ കഷ്ടപ്പെടുമ്പോഴാണ് 1200-ലധികം ആഴ്ചകൾ പിന്നിട്ട് ഈ സിനിമ വിജയകരമായി മുന്നേറുന്നത്. ഈ 30 വർഷങ്ങൾക്കിടയിൽ മുംബൈ നഗരം ഒരുപാട് മാറി. ആളുകൾ മാറി, സിനിമ നിർമ്മാണ രീതികൾ മാറി. പക്ഷേ മറാത്ത മന്ദിരവും അവിടുത്തെ DDLJ പ്രദർശനവും മാറ്റമില്ലാതെ തുടരുന്നു. ഒരു സിനിമയ്ക്ക് എങ്ങനെ ഒരു ജനതയെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നിങ്ങൾ മുംബൈയിൽ പോകുമ്പോൾ സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണിത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.